ഇവിടെ ഈ പീസ്ഫുൾ വൈബ് തേടിയാണ് ഞാൻ വന്നത്. എങ്ങും എത്താത്തൊരു ബ്രേക്ക് വേണമായിരുന്നു. ക്യാമറയും ലാപ്ടോപ്പും മാത്രം കൂട്ട്. പക്ഷെ എപ്പോഴും അങ്ങനെയല്ലല്ലോ. നമ്മൾ പ്ലാൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് സംഭവിക്കും. ഹായ്. ഹായ്. പ്രോപ്പർട്ടി ഷെയർ ചെയ്യാൻ വരുന്നത് ഒരു ലേഡിയാണെന്ന് കോർഡിനേറ്റർ പറഞ്ഞപ്പോൾ, അല്ല സോറി, ഒരു മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി ഒരു സന്തോഷം തോന്നി. അതൊരു ലേഡിയാന്ന് കണ്ടപ്പോൾ സന്തോഷം കുറച്ചുകൂടി കൂടി കാണുമല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ എന്തേലും മിണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ ഒരാളാവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ശരിക്കും പിന്നെ ഉള്ളത് പറഞ്ഞ ഒരു ലേഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അറിയാത്ത നാട്ടിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, ഒറ്റയ്ക്കാണല്ലോ അല്ലേ? അപ്പോൾ ഈ അറിയാത്ത നാട്ടിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരാളുടെ കൂടെ റൂം ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ പേടിയൊന്നുമില്ലേ? എന്തിന്? ഇതൊക്കെ ഒരു അഡ്വഞ്ചർ അല്ലേ? ഓ, അഡ്വഞ്ചർ പേഴ്സൺ ആണല്ലേ? ഓക്കേ. സോറി, ഞാൻ ഇവിടെ ഇരിക്കുന്നേ കുഴപ്പമില്ലല്ലോ? ഡിസ്റ്റർബൻസ് ആയോ? ഹേ, ഒരിക്കലുമില്ല. നോട്ട് അറ്റ് ഓൾ. ഏതാ ബുക്ക്? ഓ, ഇത് വൈറ്റ് നൈറ്റ്സ്, ദോസ്തോസ്കിയുടെ. ദോസ്തോസ്കി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഓ, ബുക്ക് വായിക്കാറുണ്ട്? ഇപ്പൊ കുറവാ, ഒരുപാട് ബിസി ആയിപ്പോയി. ഇപ്പോ എന്ത് ചെയ്യുന്നു? ആക്ച്വലി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഓ, പ്രൊഫഷണലാ? അതെ, ഫ്രീലാൻസാ. ഒരുപാട് യാത്രകളും കിട്ടുന്ന കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോകും. By the way, I'm Vishnu. പൂജ. പൂജ എന്ത് ചെയ്യുന്നു? ഞാൻ ചെറിയ തോതിൽ ഒരു എഴുത്തുകാരിയാണ്. ഓ, അപ്പോ ബുക്സും പേനയും പേപ്പറൊക്കെയാണ് ലോകം അല്ലേ? നിങ്ങള് ചിത്രങ്ങളിലൂടെ ലോകത്തെ കാണുന്നു, ഞാൻ വാക്കുകളിലൂടെ ലോകത്തെ സൃഷ്ടിക്കുന്നു. ആ, എന്താ പറയാ, ജസ്റ്റ് ലൈക്ക് യു. ആക്ച്വലി ബോത്ത് ആർ ദ സെയിം തിങ്. ഇറ്റ്സ് എ ഡിഫറെന്റ് മീഡിയം. ഗുഡ്. മനമാകെ സ്വയമറിയാതെ കഥകൾ തേടുമ്പോൾ ഇരയാതെ മനം തളരാതെ തീരമണയുകയോ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ ലൈഫിൽ കാണുന്ന ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളാണെന്ന്. ചിലർ നമ്മുടെ ലൈഫിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്, ചിലർ മെയിൻ ക്യാരക്ടേഴ്സ് പോലെ.
അത് കറക്റ്റാ. ചില മീറ്റിങ്സ് നമ്മുടെ വൈബ് തന്നെ മാറ്റിക്കളയും. ചിലവരൊരു നിമിഷം മാത്രമായിരിക്കും, ചിലവർ ഫോറെവർ നമ്മുടെ കൂടെ കാണും. നീ ഈ ഡെസ്റ്റിനിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഈ നിമിഷമാണ് സത്യം. ഓരോ ഫോട്ടോയും ഓരോ മൊമെൻ്റാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രസൻറ്റ് ലൈഫാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ചിലരെ കാണുമ്പോൾ വല്ലാത്തൊരു കണക്ഷൻ തോന്നും. ഒരുപാട് കാലത്തെ പരിചയമുള്ള പോലെയൊക്കെ. ഒരുപക്ഷെ പൂജ അതാണോ ഉദ്ദേശിച്ചത്? ഒരുപക്ഷെ നമ്മളിവിടെ വെച്ച് കണ്ടുമുട്ടിയത് തന്നെ ഒരു പഴയ സ്റ്റോറീൻ്റെ ബാക്കിയാണെങ്കിലോ? ഓരോ സൺസെറ്റും ഓരോ പുതിയ ചാൻസാണ്, ഒരു പുതിയ തീരുമാനമൊക്കെ എടുക്കാനുള്ള. തീർച്ചയായും. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാത്ത തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. Moment looks way perfect. Do you want to kiss me? ഞാൻ ഇവളുമായി ഇത്ര അടുക്കുമെന്ന് വിചാരിച്ചല്ല. ഈ ഒരു മൊമെൻറ്റ് ഫ്ലിങ് ആയി പോകണമെന്നും എനിക്ക് ആഗ്രഹമില്ല. ഐ തിങ്ക് ഐ എം falling for her. Actually, I have fallen for her.